ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ നമ്മൾ ഡേ 6 ഡയറ്റ് സീരീസിലേക്ക് കടന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ 1400 കാലറിയിലുള്ള ഹൈ പ്രോട്ടീൻ ഡയറ്റ് പ്ലാനാണ് ട്രൈ ചെയ്യുന്നത്. ഒരു ക്വിക്ക് ആൻഡ് ഈസി മീൽ പ്രിപ്പ് കൂടിയാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ മോർണിംഗ് ഡ്രിങ്കായി ചിയ വാട്ടർ കുടിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് അപ്രോക്സിമേറ്റ്ലി 380 to 400 കാലറി അടങ്ങിയിട്ടുള്ള മൂങ് ദാൽ ചീല വെജ് റാപ്പാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് മൂങ് ദാൽ 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പാകത്തിനുപ്പും ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും റോസ്റ്റഡ് ക്യൂമിൻ സീഡ്സ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ബാറ്റർ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റാപ്പിന് ആവശ്യമായ ഒരു സോസ് പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മുടെ സോസിന് ആവശ്യമായ 3-4 ഡ്രൈഡ് ചില്ലി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 3-4 ഗാർലിക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ക്യൂമിൻ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുപ്പൂടെ ചേർത്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടർ തൂകി കൊടുത്ത് നമ്മുടെ ബാറ്റർ ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരു വശം വെന്ത് വരുമ്പോൾ മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. തയ്യാറാക്കിയ സോസ് കൂടെ ഒരു സൈഡിലേക്ക് ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കോണ്, ക്യാരറ്റ്, ബ്രോക്കലി, ബീൻസൊക്കെയാണ്. ഇതിലേക്ക് അല്പം ഹൈ പ്രോട്ടീൻ കിട്ടാനായിട്ട് കുറച്ച് ഗ്രേറ്റഡ് പനീർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള ഒരു റാപ്പ് കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡയറ്റ് സ്പെഷ്യൽ ഒരുപാട് ഹൈ പ്രോട്ടീൻ ചീല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീനും ഫൈബറും നിറഞ്ഞ ഒരു ഫില്ലിംഗ് മീൽ കൂടിയാണ്. ഇതേപോലെ കഴിച്ചാൽ കുറേ നേരം ഹങ്കർ കൺട്രോൾ ചെയ്യാനും അൺനെസസറി ക്രേവിങ്സ് കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ്. ബോഡി എനർജറ്റിക് ആയിരിക്കാനും ഡയറ്റ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ഇതേപോലെ ബാലൻസ്ഡ് മീൽസ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഇനി ലഞ്ചിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് 450 കാലറി അടങ്ങിയിട്ടുള്ള സ്പൈസി എഗ് മസാല റൈസാണ്. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു സോസ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3-4 ഡ്രൈഡ് ചില്ലി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4-5 ഗാർലിക് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് ഒരു മീഡിയം സൈസിലുള്ള ഓനിയനൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. തയ്യാറാക്കിയ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത സോസിലേക്ക് 3 ഹോൾ എഗ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ എഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം.
മിക്സ് ചെയ്ത സ്ക്രാമ്പിൾഡ് എഗ്ഗിലേക്ക് വേവിച്ചെടുത്ത മട്ട റൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പോർഷനിൽ മാത്രം മതി. നിങ്ങൾക്കിനി ബസ്മതി റൈസ് ആണ് ഇഷ്ടമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാകത്തിനൊപ്പം അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ സ്പൈസി എഗ് മസാലയുടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 സ്ലൈസ്ഡ് ടൊമാറ്റോ, ഒനിയൻ, കുറച്ച് ക്യുക്കമ്പറോടെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഫൈബറും ഹൈ പ്രോട്ടീനും ഒപ്പം ബാലൻസ്ഡ് കാർബ്സും അടങ്ങിയിട്ടുള്ള സാറ്റിസ്ഫൈയിങ് മീൽ കൂടിയായിരുന്നു. റൈസ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുമ്പോൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും ഓവർ ഈറ്റിംഗ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. ഇനി ഇതിന് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ഗ്രിൽഡ് ചിക്കൻ റൈസ്, പനീർ റൈസ്, വെജ് പുലാവ് വിത്ത് എഗ്, ചപ്പാത്തി, എഗ് റോസ്റ്റ് ഒക്കെ മീൽസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് 180 to 200 കാലറിയിൽ അടങ്ങിയിട്ടുള്ള റോസ്റ്റഡ് കടല, അല്പം ആൽമണ്ട്സും വാൾനട്ട്സും കൂടെ ഗ്രീൻ ടീയുമാണ്. സ്നാക്ക് ടൈമിൽ ഇതേപോലെ നട്ട്സ് ആൻഡ് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈവനിങ് ക്രേവിങ്സ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് 350 to 380 കാലറിയിലുള്ള ചിക്കൻ സ്ട്രിപ്പ് സ്റ്റിർ ഫ്രൈയും കൂടെ ഒരു ചപ്പാത്തിയുമാണ്. വളരെ ടേസ്റ്റിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ചിക്കൻ സ്ട്രിപ്പ് സ്റ്റിർ ഫ്രൈയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 100 ഗ്രാംസ് ചിക്കൻ ബ്രസ്റ്റ് സ്ട്രിപ്സ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ടിനായിട്ട് ചിക്കൻ ബ്രസ്റ്റ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിനൊപ്പം എരിവിനാവശ്യമായ കുറച്ച് പെപ്പർ പൗഡറും അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് സോയ സോസൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ സ്ട്രിപ്സ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വശം ഫ്രൈ ചെയ്ത് വരുമ്പോൾ മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് ഒക്കെ നന്നായി തന്നെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കോളിഫ്ലവർ, ക്യാരറ്റ്, ബ്രോക്കലി ഒക്കെയാണ്. പാകത്തിനൊപ്പം അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും ചിക്കൻ സ്ട്രിപ്സ് കൂടെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അല്പം ക്രഞ്ചിനെസ്സിനായിട്ടും കുറച്ച് ഫ്ലേവർ കിട്ടാനുമായിട്ട് റോസ്റ്റഡ് സെസമി സീഡ്സും കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റിർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ഡിന്നർ ലൈറ്റ് ആക്കാനും ഇതേപോലെ ചിക്കൻ സ്റ്റിർ ഫ്രൈ, സൂപ്സ്, സാലഡ്സ്, ഗ്രിൽഡ് ചിക്കൻ, സോട്ട് വെജീസ്, ചപ്പാത്തി പോലെ ഹെൽത്തി മീൽസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നൈറ്റ് ടൈമിൽ ഹെവി ഫുഡ് അവോയ്ഡ് ചെയ്താൽ ഡൈജഷൻ ബെറ്റർ ആക്കാനും ബോഡി ലൈറ്റായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ അപ്രോക്സിമേറ്റ്ലി 380 കാലറിയിലുള്ള ഹെൽത്തി, ടേസ്റ്റി, പ്രോട്ടീൻ റിച്ചും ഒപ്പം ന്യൂട്രീഷ്യസുമായ ഫില്ലിംഗ് മീൽ കൂടിയായിരുന്നു. അതോടൊപ്പം ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് 1400 കാലറിയിലുള്ള സിമ്പിൾ, ടേസ്റ്റി, ഹൈ പ്രോട്ടീൻ ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ആയിരുന്നു. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ക്വിക്ക് ആൻഡ് ഈസി മീൽ പ്രപ്പാണ്. ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിച്ച് വെയിറ്റ് ലോസ് ജേണി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് മീൽസ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ഡു സം എക്സസൈസ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.